ശ്രീ ദീപു, ഇവിടെ ഇപ്പം പിണറായി വിജയൻ ഊരിപ്പിടിച്ച വാളിന് നടുവിലൂടെ നടന്ന ആളാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. പഴയ വിജയൻ, പുതിയ വിജയനെ നിങ്ങൾ ഈ വാഴ്ത്തുപാട്ടിലൂടെ നടുവിലൂടെയാണല്ലോ നടത്തിയത്. ഗാനത്തെ ഒരു വാഴ്ത്തുപാട്ടെന്ന നിലയ്ക്ക് കാണേണ്ടതില്ല. ഒന്നത് ഈ ഗാനം രചിക്കാനുണ്ടായ സാഹചര്യം പൂവത്തൂർ ചെറുസേൻ പറഞ്ഞു കഴിഞ്ഞു. അത് നമ്മുടെ സംഘടന 51 വർഷങ്ങൾ കഴിഞ്ഞു. അതിന് സ്വന്തമായി തിരുവനന്തപുരം നഗരഹൃദയത്തിൽ സ്ഥലം വാങ്ങി ഒരു കെട്ടിടം വയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തിന് ഏറ്റവും അനുയോജ്യനായ ആൾ കേരള സംസ്ഥാനത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി തന്നെയാണ്. ഈ ഭരണത്തലവനെന്ന് മാത്രമല്ല, ഭരണസ്ഥിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുടെ തലവനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ പാട്ട്, ഈ ഗാനം എന്ന് പറയുന്നത് ഒരു വാഴ്ത്തുപാട്ടായിട്ട് കണക്കാക്കാനോ വ്യക്തിപൂജയായിട്ട് കണക്കാക്കാനോ പറ്റത്തില്ല. കാര്യം, നമ്മളുടെ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകളുടെ സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വേണ്ടി പ്രയത്നിക്കുന്ന ഒരു പ്രസ്ഥാനത്തെക്കുറിച്ചോ പ്രസ്ഥാനത്തിന്റെ ആശയത്തെക്കുറിച്ചോ പ്രസ്ഥാനത്തിന്റെ മറ്റെന്തെങ്കിലും നിലപാടുകളെ കുറിച്ചോ ഒന്നുമല്ല, ഒരു വ്യക്തിയെ കുറിച്ച് മാത്രമാണ് ഈ ഗാനം. അതിലേക്കാണ് വരുന്നത്. വ്യക്തിയെക്കുറിച്ചാണ് ഗാനം എന്ന പരാമർശത്തോടെ ഞാൻ യോജിക്കുന്നില്ല. ആ പാട്ടിന്റെ ലിറിക്സ് മുഴുവനായിട്ട് വായിച്ചു നോക്കൂ. അതിൽ വ്യക്തിയെ കുറിച്ചുള്ള പരാമർശമല്ലാത്ത മറ്റൊന്നുമില്ല. സംഘടനയുടെ നിലപാട് ഞാൻ വ്യക്തമാക്കിക്കോട്ടെ. അതായത് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ 9 വർഷങ്ങളിലേക്ക് ഭരണം അടുക്കുകയാണ്. തീർച്ചയായും എല്ലാ കാലത്തും സിവിൽ സർവീസ് സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ശാക്തീകരിക്കുന്ന നിലപാടുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ കാലത്താണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പ്രതീകാത്മകമായി നമ്മളിപ്പോൾ പറയുന്നതിന് പിണറായി വിജയൻ മന്ത്രിസഭയെന്നാണ് പറയുന്നത് ഒരു സർക്കാരിനെ കുറിച്ച് പറയുമ്പോൾ. അപ്പോൾ മന്ത്രിസഭയിൽ മറ്റംഗങ്ങളുണ്ട്, അതിന് നേതൃത്വം നൽകുന്നതാണ് പിണറായി വിജയൻ എന്ന നിലയ്ക്ക് കഴിഞ്ഞ കുറച്ച് കാരണങ്ങളായിട്ട് സിവിൽ സർവീസിനെ ശാക്തീകരിക്കുന്ന ഒരു നിലപാട് വലതുപക്ഷ സർക്കാരുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇടതുപക്ഷ സർക്കാരുകൾ എല്ലാ കാലത്തും കൈക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അംഗീകാരം, സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, സാമൂഹ്യ മേഖലയിലുള്ള പുരോഗതി, ഇതെല്ലാം നമ്മളെപ്പോലുള്ള ഒരു പുരോഗമനാഭിമുഖമുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സംഘടന എന്ന നിലയ്ക്ക് നമ്മുടെ വീക്ഷണം പ്രതിഫലിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഗാനം രചിക്കാനാണ് സംഘടനയുടെ വീക്ഷണം എന്ന് പറയുന്നത്. വ്യക്തിപൂജയല്ല, വ്യക്തിപൂജ മാത്രമേ ഉള്ളൂ ഈ പാട്ടിൽ. സംഘടനയുടെ മറ്റ് രാഷ്ട്രീയ വീക്ഷണങ്ങളൊന്നും ഇതിൽ വന്നിട്ടില്ല. പാട്ട് കേട്ട ആർക്കും അങ്ങനെ ഒരു തോന്നലില്ല. സർക്കാരിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ആളിനെ പ്രതീകമാക്കിക്കൊണ്ടുള്ള ഒരു രചനയാണ് ശ്രീ പൂവത്തൂർ ചിത്രസേന നടത്തിയിട്ടുള്ളത്. അതിന്റെ മറ്റ് വ്യാഖ്യാനങ്ങളെ കുറിച്ച് എന്നെ കൂടെ വ്യക്തമായിട്ട് ചിത്രസേന